നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപാ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയായിരുന്നു. അന്നത്തെ ദിവസം ഭയങ്കരമായ, എപ്പോഴും തിരക്കാണ്, എന്നാൽ പോലും അന്നത്തെ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും അതിരാവിലെ എത്തിയതുകൊണ്ട് പഴവങ്ങാടി ഗണപതിയെ തൊഴുതു. നന്നായിട്ട് തൊഴാൻ പറ്റി. അത് കഴിഞ്ഞ് നേരെ ഭഗവാന്റെ നടയിലെത്തി. അവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും വേണ്ടില്ല, നന്നായിട്ട് തൊഴാൻ പറ്റി. ആ ഒരു സമാധാനത്തിൽ അവിടെ നിന്നിറങ്ങി നേരെ ആറ്റുകാലെത്തി ഭഗവതിയെയും കണ്ടു. തിരിച്ച് അവിടെ നിന്ന് അന്നദാനവും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഞാനിത് പറയാൻ കാരണമുണ്ട്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ റീച്ച് കിട്ടിയൊരു ന്യൂസ് പരക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓഫീസിനകത്ത് ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ച് ഉദ്യോഗസ്ഥർ കഴിക്കുന്നതായിട്ട് വാർത്ത വരുന്നു. അതിൻ്റെ തെളിവുകളുമൊക്കെ ഓരോരോ ചാനലുകാരായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ഭക്തജനങ്ങളുടെ മനസ്സിലെ വേദന അതാരും മനസ്സിലാക്കുന്നില്ല. നെഞ്ച് പിടയുന്ന വേദനയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. ഓരോരുത്തരും അവിടെ തൊഴാനായിട്ട് എത്തുന്നത് മനസ്സിൽ അത്രമാത്രം ഭക്തിയോടുകൂടിയാണ്. ഭക്തിയും ആഹാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരിക്കും അടുത്ത ചോദ്യം ഇങ്ങോട്ട് വരാൻ പോകുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് അതിനുള്ള മറുപടിയും കൂടെ ആദ്യമേ പറയാം. നമ്മുടെ ഹിന്ദു ധർമ്മം അനുസരിച്ച് ഭക്തിയും ആഹാര രീതിയും തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. നമുക്കൊക്കെ നന്നായി അറിയാം, ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വ്രതമെടുക്കും. ഏതൊരു പുണ്യകാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ വ്രതമെടുക്കാറുണ്ട്. വ്രതം എന്നും ഉദ്ദേശിക്കുന്നത് മീൻ, മുട്ട, ഇറച്ചി അങ്ങനെയുള്ള നോൺ വെജ് ഐറ്റങ്ങളൊന്നും തന്നെ കഴിക്കാതെ എടുക്കുന്ന വ്രതം. അതാണ് ഹിന്ദുമതത്തിലുള്ളത്. എന്നുമല്ലല്ലോ, അത്യാവശ്യം ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്രതം എടുക്കേണ്ടി വരുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും വ്രതം എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ പുണ്യകർമ്മങ്ങൾ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള സനാതന ധർമ്മം പുലർത്തുന്ന ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെയുള്ള അവിശ്വാസികളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? മതത്തെ വിശ്വസിക്കാത്തവരെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. അത് ഏത് സർക്കാരിൻ്റെ ഭാഗമായ സ്ഥാപനമായാലും ശരി. വിശ്വാസമില്ലാത്തവരെന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്? അത് ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ ആയിക്കോട്ടെ. വിശ്വാസമില്ല എങ്കിൽ, ഹിന്ദുമതത്തിൽ വിശ്വാസമില്ലാത്തവർ ദേവസ്വം ബോർഡിൽ ജോലിക്കിരിക്കാൻ പാടില്ല. അതാണ് ശരിക്കും വേണ്ടത്. ഇത് ദേവസ്വം ബോർഡിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന ഏറ്റവും വലിയ ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. വളരെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല. പക്ഷേ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജന്മനാ എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. അതെന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ന് വെച്ചിട്ട് അതും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഈ അനന്തപത്മനാഭനെ കാണാനായിട്ട്, പത്മനാഭസ്വാമിയെ തൊഴാനായിട്ട് ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന എത്രയോ ഭക്തജനങ്ങളുണ്ട്. അവർ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത് എന്തിനാണ്? ഭഗവാനെ ഒന്ന് കാണാൻ, ഒന്ന് തൊഴാൻ. അതിലൂടെ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം അത് നേടാൻ. അങ്ങനെയുള്ള ഒരു സന്തോഷം നേടാൻ വരുന്നതിനിടയിൽ നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെ, നമ്മുടെ സ്വന്തം കേരളീയർ തന്നെ ഓഫീസുകളിലിരുന്ന് ഇതൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെയാ ഒരാൾക്ക് പ്രതികരിക്കാതിരിക്കാനാവുക? ഞാനും അത്രയേ ചെയ്യുന്നുള്ളൂ. ഇത് ചെയ്യുന്നത് ആരായാലും ശരി, അയാൾക്കുള്ള ശിക്ഷ, അയാൾക്കും അയാളുടെ തലമുറയ്ക്കുമുള്ള ശിക്ഷ തീർച്ചയായിട്ടും ഭഗവാനിൽ നിന്ന് കിട്ടും. അതിലൊരു സംശയവും വേണ്ട. കാണിക്കുന്നത് എന്തായാലും കൈയുടനെ കൂലി കിട്ടും എന്നാണ് പുരാണങ്ങളിലും ഗീതയിലുമൊക്കെ പറയുന്നത് പോലെ. എന്താണോ നമ്മൾ ചെയ്യുന്ന കർമ്മം അതിൻ്റെ ഫലം അനുഭവിച്ചേ ഈ ഭൂമി വിട്ടു പോവുകയുള്ളൂ. ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ അടിയുറച്ച വിശ്വാസം. അത് എല്ലാവരുടെയും മനസ്സിൽ എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മളൊക്കെ കൊണ്ട് നടക്കുന്ന ആ ഒരു വിശ്വാസം,
അങ്ങനെ പോകണമെന്ന് ഇത്രയും ഭക്തിവിശ്വാസമുള്ള ഒരു സ്ത്രീകൾക്ക് പോലും 10നും 50നും വയസ്സിനും ഇടയ്ക്കുള്ള ഒരു സ്ത്രീകൾക്കും അവിടെ പോകാനായിട്ട് ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു സ്ത്രീകളും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്കറിയാം അങ്ങനെ പോകാൻ പാടില്ല, അതാണ് അതിൻ്റെ ചിട്ടവട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത്. എന്നിട്ടും വൃത്തികെട്ട രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം സ്ത്രീകളെ കൊണ്ടുപോയി ആ നടയിൽ കയറ്റി അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായി എന്ന് കാണുന്നുണ്ടല്ലോ. അത് ചെയ്ത ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ തുടർഫലം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ഒന്ന് തിരക്കി നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അതുപോലെ ആകത്തുള്ളൂ ഇതിൻ്റെ കാര്യവും. എന്നാലും ഇതറിഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു വിഷമമുണ്ട് മനസ്സിൽ. എത്രയോ മണിക്കൂർ നമ്മളവിടെ ചെന്ന് കാത്തു നിന്നിട്ട് ഒരു നിമിഷമാണ് ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ഓഫീസ് മുറിക്കകത്ത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ ഒരുപാട് കൂടിയിരിപ്പുണ്ട്. അവർക്കത് കഴിക്കണമെങ്കിൽ അവർക്ക് പുറത്തു പോയി കഴിക്കാമല്ലോ. ഇതിനകത്ത് കൊണ്ടുവച്ച്, ഈ ബിൽഡിങ്ങിനകത്ത് കൊണ്ടുവച്ച് കഴിക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും അവർ കാണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് ഭൂമിയിൽ ആരുടെ കണ്ണിനെ വേണോ വെട്ടിക്കാം, പക്ഷേ ഭഗവാന്റെ ദൃഷ്ടിയെ മറച്ചു പിടിക്കാൻ നിങ്ങളെക്കൊണ്ടാകില്ല. ഏത് ഉദ്യോഗസ്ഥരായാലും ശരി, നിങ്ങൾ എന്തൊക്കെ കള്ളങ്ങൾ കാണിച്ചാലും മുകളിലിരിക്കുന്ന ഈശ്വരൻ്റെ കണ്ണിനെ മറയ്ക്കാൻ നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും, അതിനൊരു യാതൊരു തർക്കവുമില്ല. കാലം അത് തെളിയിക്കും. എല്ലാം കാലത്തിന് വിടുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുന്നത് നന്നായിരിക്കും. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കേട്ടതിന് നന്ദി. നമസ്കാരം.